ഹായ്, അശ്വിനി സുരേഷ്, NLP പ്രാക്ടീഷണർ ആൻഡ് ലൈഫ് കോച്ച്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കാൻ പോകുന്നത് ഡ്രീംസിനെ പറ്റിയിട്ടാണ്. നമ്മളെ കുട്ടികളുടെ ഡ്രീംസിനെ പറ്റിയിട്ട്. നമ്മളെ ചൈൽഡ്ഹുഡ് ഡേയ്സിൽ നമ്മൾ നല്ല നല്ല ഡ്രീംസൊക്കെ കണ്ടവരായിരിക്കും അല്ലേ? ക്ലാസ് റൂമുകളിലും അതുപോലെ വീടുകളിലും ചില സമയത്ത് നമ്മൾ ഇരുന്ന് ഡ്രീംസൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് നല്ല ചീത്ത കിട്ടിയിട്ടുണ്ടാകും. എന്താ പകൽക്കിനാവ് കാണുന്നേത് അല്ലേ? ശരിയല്ലേ? അപ്പം ഡ്രീംസ് കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും അവരവരുടേതായ ഒരു ലൈഫ് ഡ്രീം ഉണ്ടാവും. നമ്മളെ കുട്ടികൾ അവർക്കും അവരുടേതായ ഒരു നല്ല നല്ല ഡ്രീംസുകളൊക്കെ ഉണ്ടാവും. അപ്പം ഈ ചൈൽഡ്ഹുഡ് ഡേയ്സിൽ നമ്മൾ കണ്ട ഡ്രീമുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാതിരുന്നൊരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മളിപ്പം ഇപ്പം എനിക്കൊരു ഡോക്ടർ ആവണമെന്നുള്ള ആഗ്രഹം, ബട്ട് അത് എനിക്ക് പറ്റിയില്ല. അപ്പം നമ്മൾ എന്താക്കും? നമ്മളെ കുട്ടികളിൽ ആ ഒരു ഡ്രീം അവരൊരു ഡോക്ടറായിട്ട് കാണാൻ നമ്മൾ ആഗ്രഹിക്കും, ശരിയല്ലേ? അപ്പം ആ കുട്ടീൻ്റെ ഡ്രീം വേറെ ആയിരിക്കും. ഒരു സയൻറ്റിസ്റ്റ് ആവുക, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആവുക, ഇതെന്തെങ്കിലും ആയിരിക്കും. അപ്പം നമ്മളെ ഡ്രീമിനെ നമ്മൾ അവരിലേക്ക് അടിച്ചേൽപ്പിച്ച് അവരിൽ ആ ഒരു നമ്മളെ ഡ്രീം അവരിൽ നമ്മൾ ആ ഒരു ലൈഫ് അച്ചീവ്മെൻറ്റിൽ അവർ എത്തുന്നത് കാണുമ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും. ബട്ട് അവർ സാറ്റിസ്ഫൈഡ് ആവും? കുട്ടികളാവുമോ? അവരിപ്പോൾ നമ്മളൊരു ഡ്രീം ലൈഫ്, ഒരു ഡ്രീം ജോബ് അതിലേക്ക് നമ്മൾക്ക് എത്താൻ പറ്റില്ല എങ്കിൽ, നമ്മളിപ്പോൾ കണക്റ്റഡായി വേറെ ഏതെങ്കിലും ഒരു ജോലി അല്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് നമ്മൾ എത്തിയ സമയത്ത് നമ്മൾക്ക് ഒരിക്കലും നമ്മളെ പാരൻസിൻ്റെ ഡ്രീം നമ്മൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഇന്നർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് കിട്ടില്ല. നമ്മളെ ഡ്രീം നമുക്ക് അച്ചീവ് ആകുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു ഇന്നർ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. അപ്പോൾ അവർ ജോലി ചെയ്യുന്നുണ്ടാവും, ബട്ട് ദേ ആർ നോട്ട് ഹാപ്പി. അപ്പോൾ കുട്ടികൾ ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നതാണ് നമ്മൾക്ക് മെയിനായിട്ട് നമ്മൾ പാരൻസായിട്ട് ആഗ്രഹിക്കേണ്ടത്. ഡ്രീംസിനെ പറ്റിയിട്ട് ഏറ്റവും നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് പറഞ്ഞിട്ടുള്ളത് നമ്മളെ APJ അബ്ദുൽ കലാം സാറാണ്. ഡ്രീം 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 ട്രാൻസ്ഫേഴ്സ് ഇൻ ടു തോട്ട്സ് ട്രാൻസ്ഫേഴ്സ് ഇൻ ടു ആക്ഷൻ. ഇങ്ങനെ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ഡ്രീം APJ അബ്ദുൽ കലാം സാറ് ചൈൽഡ്ഹുഡ് ഡേയ്സിൽ കണ്ടതുകൊണ്ടാണ് അവർ ഇന്ത്യയും ലോകവും അറിയുന്ന ഒരു ഏറ്റവും വലിയൊരു സയൻറ്റിസ്റ്റായിട്ട് മാറിയത്, ശരിയല്ലേ? ഇന്ത്യക്ക് പേര് കൊണ്ടുവന്നൊരു സയൻറ്റിസ്റ്റാണ്. അപ്പോൾ അതുപോലെ നമ്മളെ കുട്ടികളെ ഡ്രീംസിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. നമ്മളെ മക്കളെ ഡ്രീംസിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവരെ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലെസ്സിങ് ആണ് ചെയ്യേണ്ടത്. നമ്മളെ മക്കൾ ആ ഒരു ലൈഫ് അച്ചീവ്മെൻറ്റ് ഡ്രീമിലേക്ക് അവർ എത്തി നിൽക്കുന്ന ആ ഒരു സമയത്ത് അവർ അനുഭവിക്കുന്ന ആ ഒരു ഇന്നർ സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു ഹാപ്പിനെസ്, അത് തന്നെ ആയിരിക്കണം നമ്മളെ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പം നമ്മളെ മക്കളെ ഡ്രീമൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ എൻകറേജ് ചെയ്ത് അവരൊരു സക്സസ്സിലേക്ക് എത്തി നിൽക്കുന്ന ആ ഒരു ലെവലിലേക്ക് എല്ലാ പാരൻസും ഇനി ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.